നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ റീസിയിൽ തീർത്ഥാടകരുടെ ബസ്സിന് നേരെ ഭീകരർ വെടിയുതിർത്തു. ബസ് നിയന്ത്രണം വിട്ട് മലയിടുക്കിലേക്ക് മറിഞ്ഞ് 10 പേർ മരിച്ചു, 33 പേർക്ക് പരിക്ക്. വൈകിട്ട് 6:10 കൂടിയാണ് സംഭവം. ഞായറാഴ്ച വൈകുന്നേരം ജമ്മു കാശ്മീരിലെ റീസിയിൽ ജില്ലയിലെ കത്രയിലെ ശിവ്ഖോരി ഗുഹാക്ഷേത്രത്തിൽ നിന്ന് മാതാ വൈഷ്ണവ ദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ ഒരു കുട്ടി ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെടുകയും 33 യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നാട്ടുകാരുടെ സഹായത്തോടെ രാത്രി 8 മണിയോടുകൂടി എല്ലാ യാത്രക്കാരെയും പോലീസ് ബസ്സിൽ നിന്ന് പുറത്തെടുത്തു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൊല്ലപ്പെട്ട തീർത്ഥാടകർ UP സ്വദേശികളെന്ന് പോലീസ്. സ്ഥലത്ത് പോലീസ്, ഇന്ത്യൻ ആർമി, CRPF എന്നിവരുടെ സംയുക്ത ഓപ്പറേഷൻ ഹെഡ്ക്വാർട്ടർ സ്ഥാപിക്കുകയും അക്രമികളെ കണ്ടെത്തുന്നതിനായി ഒരു ബഹുമുഖ ഓപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തു. മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ സമയത്ത് നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി വിവരങ്ങൾ തേടിയതായും കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയതായും ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അറിയിച്ചു. സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കാനും ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കാനും പ്രധാനമന്ത്രി തന്നോട് നിർദ്ദേശിച്ചതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭീകരരെ വേട്ടയാടാൻ സുരക്ഷാ സേന സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നും ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഉടൻ ശിക്ഷിക്കുമെന്നും ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു. ആക്രമണം നടത്തിയ ഭീകരരെ കുറിച്ച് സൂചന ലഭിച്ചതായി സൈന്യം അറിയിച്ചു. പ്രസിഡന്റ് ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത് ഷാ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി വധേര, ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിമാരായ ഒമർ അബ്ദുള്ള, മെഹബൂബ മുഫ്തി, ഗുലാം നബി ആസാദ് എന്നിവർ ആക്രമണത്തെ അപലപിക്കുകയും ജീവൻ നഷ്ടപ്പെട്ടതിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഞാൻ വേദനിക്കുന്നു. ഈ ഹീനമായ പ്രവൃത്തി മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണ്. ശക്തമായ വാക്കുകളിൽ അപലപിക്കപ്പെടണം. ഇരകളുടെ കുടുംബത്തോടൊപ്പം രാഷ്ട്രം നിലകൊള്ളുന്നു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രപതി മുർമു എക്സിലെ ഒരു പോസ്റ്റിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.